ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദൈവമംഗലത്തിലെ സമാധാനം എല്ലാം പോയിരിക്കുകയാണ് ആ കാറ് കാരണം. ദിവസം കഴിയുന്തോറും ബാലന്റെ ദേഷ്യം കൂടിക്കൂടി വരികയാണ്. ബാലൻ പറയുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ കാറ് മുറ്റത്തുണ്ടാവാൻ പാടില്ല, രാവിലെ താൻ എഴുന്നേൽക്കുമ്പോ കാറ് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലൻ കിടന്നുറങ്ങിയത്. ഗോമതി പറയുന്നുണ്ട്, ശരി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ആകാശിനോട് സംസാരിക്കാൻ പോകുമ്പോ ആകാശാണെങ്കിൽ ഗോമതിനെ കടിച്ചു കീറാൻ പോണ പോലെയാണ് സംസാരിക്കണത്. അതെ, ഇത് എന്റെ ഇഷ്ടമാണ്, അച്ഛന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി, ഞങ്ങൾക്ക് മക്കൾക്ക് മക്കളുടെ ഇഷ്ടം നോക്കണ്ടേ, ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ നോക്കണ്ടേ എന്നൊക്കെ പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ഗോമതി അവിടെ നിന്ന് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോവാണ് ചെയ്യുന്നത്. അപ്പൊ മീനാക്ഷി പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട അമ്മേ, ഞാൻ മാറ്റിപ്പിച്ചോളാം വണ്ടി, പക്ഷെ എനിക്ക് അതിന് കുറച്ച് സമയം അമ്മ തരണം എന്ന് പറയണം. ഗോമതി പറയണ്ട, മോളെ അത് വേറൊന്നും കൊണ്ടല്ല, ബാലേട്ടന്റെ സ്വഭാവം മോൾക്ക് അറിയാലോ. ഒന്നത്തെ കാര്യം, ആകാശിന്റെ സ്വഭാവം ശരിക്കും മാറിയിട്ടുണ്ട് മോളെ. മുമ്പാണെങ്കിൽ ഈ കാറ് കൊണ്ടതിൽ പ്രശ്നം, പക്ഷെ ബാലേട്ടനോട് ഒരു വാക്ക് കൊണ്ടുവരാണെന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. പെട്ടെന്ന് മുറ്റത്തൊരു കാറ് കാണുമ്പോഴേക്കും ബാലേട്ടനല്ല ആർക്കായാലും ദേഷ്യം വരില്ലേ? അത്രയല്ലേ ബാലേട്ടൻ ചെയ്തുള്ളൂ. ബാലേട്ടൻ എന്തെങ്കിലും ചെയ്യോ പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യക്തമായിട്ടുള്ള കാരണം കാണുമായിരിക്കും എന്ന് പറയാണ്. അമ്മേ എനിക്കറിയാമേ, പിന്നെ ആകാശിന്റെ സ്വഭാവം മാറി വരുന്നത് അമ്മ പറയുന്നുണ്ട്, അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അതിനിപ്പോ ആകാശിനെ മാത്രം കുറ്റം പറയാനും പറ്റില്ല മോളെ. ചെറുപ്പം തൊട്ട് ഒരു ബാലേട്ടൻ അവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് വളർത്തിക്കൊണ്ട് വന്നത്. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു, വളരും തോറും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ബാലേട്ടൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിലാണെങ്കിൽ വഴക്ക് പറയായിരുന്നു. എത്ര പ്രാവശ്യം ആനന്ദിന്റെയും ആകാശിന്റെയും കൂട്ടുകാരുടെ മുമ്പിൽ അവരടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അതേ പിന്നെ അവര് കൂട്ടുകാരെ പോലും ഇവിടെയൊക്കെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു. അതുകൊണ്ട് ബാലേട്ടൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയത് കൊണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർ അതിലേക്ക് തിരിഞ്ഞു പോകും. അത് ആകാശം നല്ല മനുഷ്യരായി പിറന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ആകാശിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയുന്നില്ല, പക്ഷേ ഈ വണ്ടി അത് ബാലേട്ടൻ എന്തോ ഒരു സമാധാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം. മീനാക്ഷി പെണ്ട, അമ്മേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കുറച്ച് സമയം കൂടി അമ്മ തന്നാ മതി, അതിനുള്ളിൽ ഞാൻ ഈ വണ്ടി മാറ്റുന്ന കാര്യം എന്തെങ്കിലും ചെയ്തോളാം, അച്ഛനോട് പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്നൊക്കെ മീനാക്ഷി ഉറപ്പ് കൊടുക്കാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാലൻ നോക്കുമ്പോൾ വണ്ടി മുറ്റത്തന്നെ കിടക്കാട്ടോ. ബാലനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ബാലൻ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇഷ്ടിക കയ്യിലേക്ക് എടുക്കാണ്. അത് വെച്ചിട്ട് വണ്ടി തല്ലി പൊളിക്കാൻ വേണ്ടി പോകുക. അത് കാണുന്ന ആര്യൻ ഓടി വരുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ കാണിക്കാൻ പോണത്? ഈ വണ്ടി ഞാൻ പറഞ്ഞതാണ് രാവിലെ ഇവിടെ കാണരുതെന്ന്, എന്നിട്ട് എന്നെ ധിക്കരിച്ച് ഈ വണ്ടി വീണ്ടും രാവിലെ തന്നെ എന്റെ മുമ്പിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഈ വണ്ടി ഇവിടെ വേണ്ട, ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വണ്ടി, ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഈ വണ്ടി ഒന്ന് മാത്രം ഈ വീട്ടിൽ മതി എന്ന് പറയുമ്പോ ആര്യം വേണ്ട, അച്ഛൻ എന്താ പ്രാന്താണോ കാണിക്കണത്? ഈ വണ്ടിയെ നമ്മുടെ ആരുടെ വണ്ടിയല്ല, മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിക്ക് മേടിച്ചു കൊടുത്ത വണ്ടിയാ, ആകാശേട്ടനും കൂടി. ഇതിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛാ. പിന്നെ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്, ആകാശേട്ടന്റെ കാര്യം അത് ഞങ്ങൾ ആകാശേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയണം. എന്ത് മനസ്സിലാക്കാണ്, അവനൊന്നും മനസ്സിലാവാൻ പോകുന്നില്ലെന്ന് പറയുമ്പോ ധർമ്മം പറയണ്ട, അളിയൻ ഒന്നും കൂടെ ടെൻഷൻ ആവണ്ട, അളിയന്റെ ടെൻഷനും വിഷമമൊക്കെ എനിക്കും ആര്യനൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, ഈ കാര്യത്തിൽ എന്തായാലും അളിയൻ ഇടപെടണ്ട, ഞങ്ങൾ തന്നെ ഇത് ക്ലിയർ ആക്കിക്കോളാം എന്ന് പറയണം. അതിന്റെ ഉറപ്പിൽ ബാലൻ കടയിലേക്ക് പോകുവാട്ടോ. ധർമ്മം പറയുന്നുണ്ട്, അളിയനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആകാശിന്റെ സ്വഭാവം മാറിയതിലാണ് അളിയനെ ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയാണ്. എനിക്ക് മനസ്സിലാവും മാമ, എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യും, ഇന്ന് ആകാശിന്റെ കടയിൽ വരുവാണെങ്കിൽ ഒന്ന് മാറ്റി നിർത്തി മാമനൊന്ന് സംസാരിക്കാവോ? എടാ, ഞാൻ സംസാരിച്ചാൽ എന്തെങ്കിലും അവൻ കേൾക്കോ? നീ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സംസാരിച്ചാലും ആകാശിനെ കേൾക്കൂന്നൊന്നും തോന്നണില്ല, മാമനൊന്ന് പറഞ്ഞു നോക്ക്, മാമൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ വെച്ചാൽ നോക്കാം എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ധർമ്മൻ ആകാശിനോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അങ്ങനെ ആകാശിനോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആകാശുണ്ട്, മീനാക്ഷിയുണ്ട്. മീനാക്ഷി ചോദിക്കണ്ടേ, എന്താ മാമ എന്ന് ചോദിക്കുമ്പോ, അത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ മാമ, എന്താണെങ്കിലും പറഞ്ഞോ എന്ന് മീനാക്ഷി പറയുമ്പോഴേക്കും ആകാശ് പറഞ്ഞു, വേണ്ട മാമനൊന്നും പറയണ്ട, പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ആകാശ കാര്യം എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ, വേറൊന്നല്ല മീനാക്ഷി, നമ്മുടെ കാറായിരിക്കും അല്ലേ മാമ? അതല്ലേ മാമന്റെ വലിയ പ്രശ്നം? അതെ, അതിനെക്കുറിച്ച് പറയാൻ തന്നെയാ ഞാൻ വന്നത്. കാറ് കാറ് ഇവിടെ ഇട്ടാ ശരിയാവില്ല ആകാശെ. അതെ, അങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി, കാർ ഇവിടെ തന്നെ കിടക്കും. ഇത് മീനാക്ഷിയുടെ അച്ഛൻ വാങ്ങിച്ചെന്ന കാറാണ്. എടാ, ശരിയൊക്കെ തന്നെയാ, അച്ഛൻ അവളുടെ ഉള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് വാങ്ങിച്ചു തരുന്നതാണ്. അങ്ങനെ പല സാധനങ്ങളും പല പാരന്റ്സും വാങ്ങിച്ചു തരും, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ പോരെ. ഇതിപ്പോ നീ അളിയനോട് ഒരു വാക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ ഇത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കൊള്ളാലോ, ഞാൻ എല്ലാ കാര്യം അച്ഛനോട് പറഞ്ഞിട്ട് വേണോ ഇനി തീരുമാനം എടുക്കാൻ. ഇനിയിപ്പോ ഞാൻ ഇത്ര കല്യാണം കഴിഞ്ഞു, ഇത്രയോ സമയമായി, ഇനി എനിക്ക് ഒറ്റക്ക് തീരുമാനമൊക്കെ എടുക്കാൻ അറിയില്ലേ? അച്ഛന്റെ കാര്യം ഒറ്റക്ക് തീരുമാനം എടുക്കണ്ടല്ലോ, അതുപോലെ മക്കൾക്കും തീരുമാനം എടുക്കാനുള്ള അവകാശമൊന്നുമില്ലേ എന്നൊക്കെ ആകാശ് ചോദിക്കാണ്. അത് കേൾക്കുമ്പോ ധർമ്മം പറഞ്ഞിട്ട്, ഞാനിനി ഒന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ. ഒരു കാര്യം പറയാം ആകാശെ, നീ ആകെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. മീനാക്ഷി പറഞ്ഞ, ആകാശെ ഇത് കുറച്ച് കൂടി പോയിട്ടോ, മാമനോട് കുറച്ച് മര്യാദക്കൊക്കെ സംസാരിക്കായിരുന്നു. എന്ത് മര്യാദ മീനാക്ഷി, നമ്മുടെ മര്യാദ കാണിക്കടുത്ത് മാത്രം അങ്ങോട്ട് മര്യാദ കാണിച്ചാൽ പോരെ എന്നൊക്കെ ആകാശ് പറയാണ്. ആകാശ് ആകെ മാറിയിട്ടോ. ആകാശിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ
ദേവിയാണെന്നുണ്ടെങ്കിലോ വീട്ടിൽ പോയിട്ട് ഉദയഭാനുടുത്തും അതുപോലെ തന്നെ ശ്രീകലടുത്തും പറയണ്ട, അമ്മേ അച്ഛ എനിക്കൊരു കാറ് വേണം. ദേവമംഗലത്ത് മീനാക്ഷിയുടെ അച്ഛൻ കാറ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. ആഹാ, അത് കൊള്ളാടിനോട് മോളെ. ഇവിടെ പ്ലാസ്റ്റിക് കാറ് നിലത്ത് ഉരുട്ടി കളിക്കുന്ന പ്ലാസ്റ്റിക് കാറ് വാങ്ങിക്കാനേ പൈസ ഇല്ല. അപ്പോഴാ അവളുടെ റോട്ടിലൂടെ ഓടുന്ന കാറ്. എടിയടി, ദേ നോക്ക്, ബാലനെ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കാറ് മേടിപ്പിക്കാൻ വേണ്ടി വേണം നീ ആലോചിക്കാനായിട്ട്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാം. അച്ഛൻ ഇതൊന്നും പറ്റില്ലെങ്കിൽ എന്തിനാ എന്നെ ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടത് എന്ന് ചോദിക്കുകയാണ്. അച്ഛനറിയില്ല, ഞാൻ അവിടെ കിടന്ന് ഉരുകുവാണ്. ഞാൻ അവരെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത് എനിക്കറിയാം. എന്റെ അച്ഛനെ കാറ് മേടിക്കാൻ അറിയാം. പിന്നെ ഇവിടുത്തെ ബാലച്ചന്റെ അഭിമാനക്കുറവിനും ആലോചിച്ചിട്ട് ഞാൻ കൊണ്ടുവരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പിടിച്ചു നിൽക്കണത്. എടി മോളെ, നീ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കാറൊന്നും മേടിക്കാനുള്ള വകയൊന്നും നമുക്കില്ല മോളെ എന്ന് പറയാണ്. പിന്നെ നീ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കാറ് ആ മീനാക്ഷിയുടെ കാറിട്ട് തട്ടുമുട്ടൊക്കെ ചെയ്യേ. അവളുടെ കറങ്ങടെ നശിന് പോട്ടെ. അച്ഛൻ എനിക്ക് തലക്ക് പ്രാന്ത് ഒടിപ്പിക്കില്ലേ? അഥവാ ആ കാർ നശിനെ മീനാക്ഷി അച്ഛൻ അതിനേക്കാൾ വലിയ കാറ് വാങ്ങിച്ചുകൊണ്ട് വരും. ഓ, ഇത് വലിയ ശല്യമല്ലോ മോളെ. അതെ, മീനാക്ഷി ആ വീട്ടിൽ എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയാണ്. ഇപ്പൊ അവളുടെ കാറും എന്ന് പറയാണ്. മീനാക്ഷി വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോ ഓരോരോ സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഞാനോ ഇവിടെ നിന്ന് പോയിട്ട് വരുമ്പോ വല്ല പായസോ മിഠായോ ഒക്കെയാണ് കൊണ്ടുവരുന്നത്. മീനാക്ഷി ആണെങ്കിലും സ്വർണ്ണോ അല്ലെങ്കിൽ കാറ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വില കൂടിയ പെർഫ്യൂംസ് എന്തൊക്കെയാ കൊണ്ടുവന്നെന്ന് അറിയാവോ? ഹോ, എന്തൊക്കെ പറയും. ആ വീട്ടുകാരുടെ വിചാരം എന്താണെന്നറിയാവോ? ഞാനാണ് ഏറ്റവും വലിയ മരുമക്കളിൽ ഏറ്റവും പണക്കാരി ഞാനാണെന്ന്. പക്ഷെ ഏറ്റവും ദരിദ്രവാസി ഞാനാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. നീ സമാധാനിക്കും മോളെ, എന്തെങ്കിലും വഴി നമുക്ക് ഉണ്ടാക്കാം എന്ന് ഉദയഭാനു പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോണെന്ന് വെച്ചാൽ മീനാക്ഷി ആകാശിനോട് പറയുക തന്നെ ചെയ്യും. ആകാശ്, ഈ കാർ നമുക്ക് വേണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലല്ലോ. ഇനി ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തൊക്കെ വരുമ്പോഴേക്കും സമയം ഒത്തിരി ആവും. അതുകൊണ്ട് ഈ കാർ നമുക്ക് തിരിച്ചെടുത്താലോ? എടോ, താൻ എന്തൊക്കെയാ പറയണത്? ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. ഒരു മാസം, കൂടി വന്നൊരു 3 മാസം പോട്ടെ, 6 മാസം ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ കാർ തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്കിത് അങ്കിൾ സ്നേഹത്തോട് ഗിഫ്റ്റ് ആയിട്ട് തന്ന സമ്മാനമാണ് മീനാക്ഷി. നിനക്കത് അറിയില്ലേ? എനിക്കറിയാം ആകാശ്, പക്ഷെ എനിക്കിതിനെ ഈ കാറിനേക്കാളും വലുത് വീട്ടിലെ സമാധാനമാണ്. എനിക്കറിയാം എല്ലാരും കൂടി നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമല്ലേ. നോക്ക് മീനാക്ഷി, അവരുടെ കുറ്റപ്പെടുത്തലും അവരുടെ ഇഷ്ടക്കേടൊക്കെ കേട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കണോ? നമ്മുടെ സന്തോഷമല്ലേ മീനാക്ഷി വലുത്. നമ്മുടെ കാറ്, നമുക്കൊരു വീട്, നമുക്കൊരു കട, നമുക്ക് കുട്ടികൾ, ഇതൊക്കെ എല്ലാ പാരന്റ്സും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ. എന്റെ പാരന്റ്സിനെ മാത്രം ഇവിടെ തന്നെ നമ്മൾ അടച്ചു കൂടി ഇടണോന്നേ ഉള്ളൂ. ആകാശ്, അങ്ങനെയൊന്നും പറയല്ല കേട്ടോ. ഈ വീട് അങ്ങനെയുള്ളതുകൊണ്ട് എത്ര സന്തോഷത്തോടെയും ഒത്തൊരുമയുടെയും പോണത്. അതിന്റെ ഗുണങ്ങളൊന്നും ആകാശിനെ അറിയാത്തത് കൊണ്ടിട്ടാണ്. എന്തെങ്കിലും ആവട്ടെ, എന്നാലും കാർ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല മീനാക്ഷി എന്ന് പറയണം. അങ്ങനെ ആകാശാണെങ്കിൽ ഭയങ്കര ഷോയൊക്കെ കാണിക്കാട്ടോ. കാർ ഇങ്ങനെ രാത്രിയൊക്കെ ഒന്ന് തുടയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ബാലൻ പോലും, എടാ ആ കടയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് വരാൻ പറഞ്ഞ അപ്പൊ തന്നെ ആകാശ് കാർ എടുത്തിട്ടാണ് പോണത്. അങ്ങനെ ആകാശിന്റെ അഹങ്കാരം കുറച്ചങ്ങോട്ട് കൂടുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട, ആകാശെ ഇത് ശരിയാവില്ല, ഈ കാർ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാന്ന് പറയുമ്പോ ആകാശ് സമ്മതിക്കില്ല കേട്ടോ. ഇല്ല, ഈ കാർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ അതിന് ആകാശിന്റെ സമ്മതം ആർക്ക് വേണം? ഇത് എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചെന്ന കാറാണ്, ഇത് വേണ്ടെന്ന് വെക്കാനും എനിക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ മുഖത്തടിച്ച പോലത്തെ മറുപടി പറഞ്ഞിട്ട് മീനാക്ഷി ആ കാർ കൊണ്ടുപോവുക തന്നെ ചെയ്യോട്ടോ. എന്തായാലും നല്ല അടിപൊളിയ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.